ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ദമസ്കോസിൽ നിന്നുള്ള അനനിയാസ് എന്ന മനുഷ്യന് കർത്താവിനാൽ ദർശനം ലഭിക്കുകയും ദൈവവിരോധിയായി വിശ്വാസികളെയും മറ്റും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗലിന് കാഴ്ച നൽകി സൗഖ്യമാക്കണമെന്ന് അവനെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വേദഭാഗ പശ്ചാത്തലം. ദർശനങ്ങൾ വേദപുസ്തകത്തിലെ ഒരു പൊതുവായ സംഭവമാണ്. പഴയ നിയമത്തിൽ ആദം, അബ്രഹാം, മോശ, യോശുവ തുടങ്ങി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറിയ, യോസഫ് എന്നിങ്ങനെ അനേകം പേർക്ക് ലഭിച്ച ദർശനങ്ങളെപ്പറ്റി തിരുവചനം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വേദഭാഗത്തുണ്ടാകുന്ന 2 ദർശനങ്ങളെ മുൻനിർത്തി ചില ചിന്തകളിലേക്ക് വഴിതെളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ദൗത്യം നൽകാനായുള്ള ദർശനം, ദ വിഷൻ ഫോർ എ മിഷൻ. 9-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ കർത്താവ് അനനിയാസിന് ദർശനം നൽകുകയും അവനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. അനനിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ ന്യായപ്രമാണ പ്രകാരം ഭക്തനായ പുരുഷനായിരുന്നു, എ ഡിവോട്ട് മാൻ അക്കോർഡിംഗ് ടു ദ ലോ. അപ്രകാരം ദൈവഭക്തനായ അനന്യാസിനെ കുറച്ചധികം കഠിനമായ ഒരു ദൗത്യമാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശൗൽ എപ്രകാരമുള്ള ഒരുവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിക്കുകയും ദൈവമാർഗക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ. അത്ര ക്രൂരനായ ഒരു മനുഷ്യനെ കാഴ്ച നൽകി സൗഖ്യപ്പെടുത്തി വീണ്ടെടുക്കുക എന്നതായിരുന്നു അനന്യാസിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യം. വേദപുസ്തക ചിന്തകന്മാർ ഇതിനെ ഹാർഡസ്റ്റ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനന്യാസിനെ സംബന്ധിച്ചിടത്തോളം ഭക്തനായ അവൻ്റെ ഭക്തിയെയും വിശ്വാസത്തെയും ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പരീക്ഷിക്കുകയാണ്. എന്നാൽ എത്ര കഠിനമായിരുന്നിട്ടും ആ ദൗത്യം അവൻ ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ദൈവം നമ്മെയും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തെയും ഭക്തിയെയും ജഡികമായ പല പ്രവൃത്തികളിലൂടെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഭക്തിയിന്മേലുള്ള ദൈവിക പരീക്ഷയാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ എന്നുകൂടി നാം ഓർക്കണം. ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും എത്ര കഠിനമായിരുന്നാലും ദൈവിക ദൗത്യത്തെ ഏറ്റെടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് നിവൃത്തിയാക്കുവാനും നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഭക്തി ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയും നമ്മുടെ വിശ്വാസം അർത്ഥവത്താവുകയും ചെയ്യും. രണ്ടാമതായി സൗഖ്യം നൽകാനുള്ള ദർശനം, ദ വിഷൻ ഫോർ ഹീലിംഗ് ഓർ റിസ്റ്റോറേഷൻ. 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അനനിയാസ് എന്നൊരു മനുഷ്യൻ അവന് കാഴ്ച നൽകി സൗഖ്യപ്പെടുത്തുന്നതായി ശൗൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശൗലിനുണ്ടായ ഒരു ദർശനമാണത്. 9-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ ശൗൽ എപ്രകാരമാണ് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവമാർഗത്തിലേക്ക് മടങ്ങി വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അവൻ്റെ കാഴ്ച തിരികെ നൽകുക എന്ന് പറയുമ്പോൾ ഭൗതികമായ ഒരു സൗഖ്യപ്പെടുത്തൽ എന്നതിനപ്പുറത്ത് ദൈവദോഷിയായിരുന്ന ഒരുവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അന്ധതയെ ഇല്ലാതാക്കി അവൻ്റെ ആത്മാവിൽ അവന് സൗഖ്യം നൽകി അവനെ വീണ്ടെടുക്കുക എന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കേണ്ടത്. അതിലൂടെ തൻ്റെ നാമം വഹിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമായി അവൻ മാറ്റപ്പെടുന്നു. നമ്മെയും ഇത്തരത്തിൽ നമ്മുടെ പാപവഴികളിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് തെളിവാണ് കാൽവരി ക്രൂശിലെ തൻ്റെ സ്വയം ത്യാഗം. അത്തരത്തിലൊരു വീണ്ടെടുപ്പ് നമ്മിൽ സാധ്യമാകണമെങ്കിൽ നാമും അതിനായി ഒരുക്കമുള്ളവരായിരിക്കണം. പറ്റിപ്പോയ പിഴവുകളിൽ അനുതപിച്ച് ആന്തരികമായ സൗഖ്യത്തിനായുള്ള ആത്മാർത്ഥ വാഞ്ചയോടെ മടങ്ങി വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ഒരപ്പൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യോനായെപ്പോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ദൈവിക ദൗത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അനന്യാസിനെ പോലെ അതിനെ ഏറ്റെടുത്ത് നിർവഹിക്കാനും ശൗലിനെ പോലെ ദൈവിക സൗഖ്യത്തിന് അർഹരായി തീരുവാനും നമുക്കോരോരുത്തർക്കും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, തിരുവചനത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയാൽ ദർശനം ലഭിക്കപ്പെടുവാനും അങ്ങ് ഞങ്ങളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നുവോ അതങ്ങയ്ക്ക് വേണ്ടി നൽകുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ സ്വീകരിപ്പാനും അത് നിവൃത്തിയാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങൾ പിഴവുകളുള്ളവരാണ്. എന്നിരുന്നാലും അങ്ങിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അനുതാപത്തെ അങ്ങ് സ്വീകരിച്ച് പിഴവുകളിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ ഇടയിൽ അങ്ങയെ വഹിപ്പാൻ തക്ക പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ.